ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വേഴാമ്പൽ എന്ന പക്ഷി മേഘങ്ങളിൽ നിന്നുള്ള നിർമ്മലമായ മഴത്തുള്ളികൾക്കായി അനേക നാൾ കാത്തിരിക്കുന്നു, യാതനകൾ അനുഭവിക്കുന്നു. ആകാശത്ത് കാർമേഘം ദൃശ്യമാകുന്ന നിമിഷം വേഴാമ്പൽ ആ ജലകണങ്ങൾക്കായി പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഭൂമിയിൽ തടാകങ്ങളിലും കുളങ്ങളിലും നദികളിലും ധാരാളം വെള്ളമുണ്ട്. പക്ഷെ വേഴാമ്പൽ മലിനമാക്കപ്പെട്ട ഈ ജലമൊന്നും സ്വീകരിക്കുന്നില്ല. അത് ശുദ്ധമായ മഴത്തുള്ളികൾക്കായി കാത്തിരിക്കുകയാണ്. മറ്റൊരു ജലവും അതിന് സ്വീകാര്യമല്ല, ആഗ്രഹിക്കുന്നുമില്ല. മഴയോടൊപ്പമുള്ള ഇടിമിന്നലുകൾ അതിനെ ഭയപ്പെടുത്തുന്നുമില്ല. ഭയമോ ഉത്കണ്ഠയോ കൂടാതെ അത് മേഘങ്ങൾ വർഷിക്കുന്ന ശുദ്ധമായ മഴത്തുള്ളികൾ സ്വീകരിക്കുന്നു. മഴത്തുള്ളികൾ നുകരുമ്പോൾ അത് ആനന്ദത്തോടെ പാടുന്നു. വേഴാമ്പലിൻ്റെ ഈ പ്രത്യേകത പരിശുദ്ധമായ ഈശ്വരപ്രേമത്തിന് മാതൃകയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു യഥാർത്ഥ ഭക്തൻ സമാനമായ തപസ് അനുഷ്ഠിക്കണം, സമാനമായ ദൃഢനിശ്ചയമുണ്ടായിരിക്കണം. ഈശ്വരാനുഭൂതിയാകുന്ന പരമാനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടി അയാൾ തത്തുല്യമായ പരീക്ഷണങ്ങളെ നേരിടണം. ഭൗതിക ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകരുത്. നിങ്ങൾ മനുഷ്യജന്മമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത് ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയാണ്. അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിക്കുന്നത്. അത് ഈശ്വര സന്നിധിയിലേക്ക് എത്തുവാൻ ഉപയോഗപ്പെടുത്തുക. വഴിവക്കിൽ കാണുന്ന സത്രങ്ങൾ ലക്ഷ്യമാണെന്ന് കരുതി അവിടെ തങ്ങാതിരിക്കുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.